ഹലോ. അതെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുട്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അത് വേറെ ഒന്നുമല്ല, ഹസ്ബൻഡിൻ്റെ മദ്യപാനത്തിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ഓരോ വീഡിയോ കാണുമ്പോൾ ചോദിക്കും, ഇതാണോ അതിനുള്ള മറുപടി എന്ന് ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണല്ലോ ചില വീഡിയോസിലൊക്കെ. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ വേണ്ടി ഇന്നത് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് പറഞ്ഞ് സെപ്പറേറ്റ് അത് തന്നെയായിട്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആഴെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സഫിയ ഷഫീഖ്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ കൂടാതെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ ഒരു 28 ഡേയ്സ്, ഏകദേശം ഇപ്പോൾ ഒരു 18 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. അത് പ്ലേ ലിസ്റ്റിലുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യുക. ജീവിതത്തിൽ നല്ല ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതായത് ആ കുട്ടി എന്ന് പറയുന്നത് ഏകദേശം എന്നെക്കാട്ടിലും താഴെയായിട്ട് വരാനാണ് ചാൻസ്. അതിൻ്റെ ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ പറയാണ്. അപ്പോൾ ഈ ഒരു മദ്യപാനിയായിട്ട് ഒരു കുടുംബത്ത് ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷമത്തിൻ്റെ ആഴെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാത്തവർക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രത്തോളം മനസ്സിലാവും അറിയില്ല. പക്ഷെ അതൊരു ഭയങ്കര ഒരു വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ മദ്യപാനികളായ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ അവർക്ക് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ ഒളിച്ചോടും. അതല്ലാന്നുണ്ടെങ്കിൽ പല കുറവുകളും, എണ്ണിയാൽ തീരാത്ത കുറവുകൾ അവർക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടി ആ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, കാരണം ഒരു പക്ഷേ ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നിവൃത്തികേടിൻ്റെ ഭാഗമായിരിക്കാം, എന്ത് തന്നെയായാലും ആ കുട്ടിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണ് താല്പര്യം. ആ ഭർത്താവിനെ ഒരു നല്ല ഒരാളാക്കി മാറ്റി. അതുകൊണ്ടാണ് നിരന്തരം ആ കുട്ടി അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് എനിക്ക് പറ്റാവുന്നതും അറിയാവുന്നതുമായ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്, ഇപ്പം നമുക്ക് ഒരാൾ നമ്മളെ വിശ്വസിച്ചൊരു കാര്യം പറയണമെന്ന് വിചാരിക്കും. ഇപ്പം ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അത് കറക്റ്റായിട്ട് പോകുമെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നമുക്കിഷ്ടപ്പെടുന്ന ഒരാളിൽ നിന്ന് നമ്മൾ അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി പ്രാക്ടിക്കലാക്കാനായിട്ട് നല്ലതായിരിക്കും. അതായത് നമ്മളത് ജീവിതത്തിൽ അപ്ലൈ ചെയ്തെന്ന് വരും. ഒരുപക്ഷെ നമുക്കറിയായിരിക്കും, നമ്മൾ ചിലൊരു മടി കൊണ്ടോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിലും ഒരാളുടെ ഫോഴ്സിൻ്റെ പുറത്ത് നമ്മളത് ചെയ്തെന്നിരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് ഒരു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മറ്റു വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ആ കുട്ടിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ചേഞ്ച് വന്നെങ്കിലോ, ആ കുട്ടിയുടെ ജീവിതത്തിൽ ചേഞ്ച് വന്നെങ്കിലോ എന്നല്ല, ചേഞ്ച് വരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ മദ്യപാനികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ഒരുപാട് വിഷമിക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ആണുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ദുസ്വഭാവമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. ഇപ്പം ഇന്ന് ഈ ഒരു വീഡിയോ കേട്ടതിൻ്റെ പേരിൽ നാളെ അവർ റെഡിയാകുമെന്ന് വിചാരിക്കുന്നില്ല. എങ്കിലും പതുക്കെ പതുക്കെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സംഭവം നമ്മളുടെ ജീവിതത്തിൽ നിന്ന്, നമുക്ക് ഉചിതമല്ലാത്തൊരു കാര്യം തുടച്ചു നീക്കാൻ ഇത്തിരി സമയം എടുത്തിട്ടായാലും അത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല, നമുക്ക് നേട്ടങ്ങളേ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ ആ കുട്ടി അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമങ്ങളായിരിക്കാം. ആദ്യം തന്നെ ആ കുട്ടി ചെയ്യേണ്ട ആ കുട്ടിയും തന്നെ അല്ല കേട്ടോ, ഏതൊരാളും അതിനുള്ള, നമുക്ക് ഭർത്താവിനെ തന്നെ എടുക്കാം. നമ്മളുടെ ഭർത്താവ് നമ്മളുടെ ഒരു വിവാഹം കഴിച്ചു വന്നതിന് ശേഷമായിരിക്കാം ഈ ഒരാൾ മദ്യപാനിയാണെന്ന് അറിയുന്നത് തന്നെ. നിസ്സഹായാവസ്ഥയിലുണ്ടാകുന്ന കുട്ടികളുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ബഹളം വയ്ക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇതൊക്കെ മറ്റുള്ളവരെ അറിയിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം. പല തരത്തിലായിരിക്കും. ഓരോരുത്തരുടെ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ പ്രതികരിക്കുന്ന രീതി. എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ സംബന്ധിച്ചൊരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നൊരു കുട്ടിയാണെന്നുണ്ട്. അതിൻ്റെ ആ ഒരു മെസ്സേജൊക്കെ അതിൻ്റെ ആ ഒരു ഇതിൽ നമുക്കൊരു ചിന്തിക്കുമ്പോൾ ആ കുട്ടി ഒരു പാവം കൊച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ ഒരു പാവം കൊച്ച് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഒരു ഗുണവും ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം.
ആ കുട്ടി പാവമാണ്. അല്ല എൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞാൽ പറഞ്ഞു കൊടുത്ത് വെച്ചാൽ വെച്ചോടുത്ത് അതൊരു പാവം കൊച്ച, അതിനെക്കൊണ്ട് ഒരു ശല്യവും ഇല്ല എന്ന് പറയണത്. അത് ആ തുടക്കകാലത്തിലൊക്കെ അവർക്ക് ചിലപ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് തോന്നുമായിരിക്കും. പക്ഷെ ഇങ്ങനെ വെച്ചാൽ വെച്ചോടത്തും പറഞ്ഞാൽ പറഞ്ഞോടത്തും എന്ന് പറഞ്ഞു വെച്ചാൽ അനുസരണക്കേട് കാണിക്കുന്നതെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. അവരുടെ തെറ്റ് കണ്ട് ചൂണ്ടിക്കാണിച്ച് അവരെ നേർവഴിക്ക് നടത്താത്തതും, അതുപോലെ തന്നെ അവർക്കൊരാവശ്യം വന്നിട്ട് അത് നിറവേറ്റി കൊടുക്കാത്തതും, അതുപോലെ തന്നെ അവരൊരു വിഷമിക്കുന്ന കാര്യത്തിൽ ഒപ്പം ഇരുന്ന് കരയുന്നതും, അങ്ങനെയൊക്കെയുള്ള ഒരു ഭാര്യയെ സംബന്ധിച്ച് അതത്ര നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒപ്പത്തിനൊപ്പം നിന്നിങ്ങാണ്ട് പല കാര്യത്തിനും, അതായത് ശരിക്കും പറഞ്ഞ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാത്തിലും ഓപ്പോസിറ്റ് എന്നല്ല പറയണത്, അവരെ മനസ്സിലാക്കാത്തതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. ചില വിഷമങ്ങളിലും ചില പ്രതിസന്ധികളിലും ഇത്തിരി ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു പാർട്ട്ണറാണ് ആർക്കും ആവശ്യം. ഏതൊരാളുടെ ഉള്ളിലും ഒരു കൊച്ചു കുട്ടി അല്ലെങ്കിൽ ഒരു ലാളന അല്ലെങ്കിൽ പരിഗണന എത്ര പ്രായമായാലും അത് ആഗ്രഹിക്കുന്നവരാണ് പലരും. അത് പെണ്ണുങ്ങളായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ, എല്ലാവർക്കും അതിൻ്റേതായ പരിഗണനയും സ്നേഹവും ഒരു ഹെൽപ്പിംഗ് എല്ലാ തരത്തിലും മറ്റുള്ളവർ എല്ലാവരിൽ നിന്നും ആഗ്രഹിക്കില്ല. ഒരു പക്ഷെ അവരെ പാർട്ട്ണറിൽ നിന്നും പലതും അങ്ങനത്തെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പം നമ്മൾ ഏതായിക്കോട്ടെ, എന്നെ കേൾക്കുന്ന ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, നമ്മളുടെ പാർട്ട്ണർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കണവർ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അവരുടെ ആവശ്യം ഒരു പക്ഷേ ചെറുപ്പത്തിൽ സ്നേഹം കിട്ടാത്തവരാണെങ്കിൽ അത് സ്നേഹിക്കാവുന്ന രീതിയിലായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് ഓഫീസിൽ ഒരു പ്രശ്നം വന്നു എന്ന് വിചാരിക്കും. ഹസ്ബൻഡിന് ഒരു പ്രശ്നം വന്നിട്ട് വൈഫിൻ്റെ അടുത്ത് വിളിച്ച് പറയണം, ഇവിടെ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്ന ഒരു പാർട്ട്ണറെക്കാട്ടിലും, അത് അങ്ങനെ പറയുന്നതിനേക്കാട്ടിലും നമ്മൾ ഓപ്പോസിറ്റായിട്ട്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണത്, ഇതിൻ്റെ ഒരു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൊക്കെ രേഖപ്പെടുത്താം കേട്ടോ. വൈഫിനോട് വിളിച്ചു പറയുമ്പോൾ വൈഫ് പറയണേ, അവിടെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ചെയ്യാത്തിടത്തോളം കാര്യം നിങ്ങളതിനെ ഭയക്കേണ്ട കാര്യമില്ല. മറ്റാരൊറ്റപ്പെടുത്തിയാലും നമ്മളുടെ കൂടെ നമ്മളുടെ അതായത് ഏതാണോ മതവിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ ദൈവം നമ്മളുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മൾ വിഷമിക്കേണ്ട, ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്ക്. അങ്ങനെ പറയുന്നൊരു പാർട്ട്ണറായിരിക്കും. അല്ലാതെ അത് വിളിച്ച് അയ്യോ ഇനി എന്താ സംഭവിക്കുക, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവരും തളരും. അതായത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അതല്ല, നമുക്ക് ജീവിതം ഓരോ ദിവസം ചെല്ലും തോറും നമ്മളുടെ ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യപ്രാപ്തി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് എന്ത് ചെയ്യുക എന്ന് പെണ്ണുങ്ങൾ പകച്ചു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിൽ ജീവിതത്തിൽ പല ഭാഗത്തും നമ്മൾ സ്റ്റക്കായി പോകും. പിന്നെ അതുപോലെ തന്നെ ഒരു പൈസ കൈകാര്യം ചെയ്യാനും, അതുപോലെ തന്നെ തെറ്റാണെന്ന് ഉറച്ച് തന്നെ നമ്മൾ നിൽക്കാനും, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അതിനുമേൽ ആവർത്തിക്കരുതെന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം ആ പെൺകുട്ടികൾക്ക് വേണമെന്നുള്ളതാണ്. അത് വിചാരിച്ച് വരുമ്പോൾ അത് തല്ല് പിടിച്ച് അല്ലെങ്കിൽ ബഹളം വെച്ച് മറ്റുള്ളവരെ അറിയിക്കുന്ന രീതിയിലല്ല, അത് അവരുടേതായൊരു സ്വകാര്യതയിൽ അത് പറഞ്ഞു തീർക്കാനുള്ള ഒരു കഴിവ് ആ പെൺകുട്ടി സ്വയം ആർജിച്ചെടുക്കുക. അല്ലാണ്ട് പാവം പോലെ പിടിച്ച് നിന്നിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. ആ കുട്ടി പാവം എന്ന് പറയുന്ന ആ ഒരു ലേബിള് നമുക്ക് ചാർത്തി തന്നാൽ തന്നെ, ചില ആളുകളുണ്ട് അവരുടെ ക്യാരക്ടർ പാവം ഒന്നും ആയിരിക്കില്ല, പക്ഷെ പാവത്തിന് പിടിച്ച് അഭിനയിക്കും. അങ്ങനത്തെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, അതായത് അവർ പാവമല്ല എന്നുള്ളത് അവരെ പല സ്വഭാവത്തിലും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഒരു പാവം പിടിച്ച പോലെ ഇങ്ങനെ ഒരു ഡ്രാമ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തിനീ പാവം എന്ന് പറഞ്ഞിട്ട് അതിലൊരു കാര്യമില്ല. അപ്പോൾ ഈ മദ്യപാനികളായ ഭർത്താക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കുക. ഇപ്പം ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചതോ ഒന്നുമല്ല കേട്ടോ, മോള് അങ്ങനെ വിചാരിക്കരുത്. അതിപ്പോൾ നമുക്കൊരു അഭിപ്രായം തേടാനായിട്ട് ഒരാളുടെ അടുത്ത് ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത ഒരാളോടൊക്കെ അതിനെന്തെങ്കിലും പോംവഴി കിട്ടും എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാളുടെ അടുത്ത് മാത്രം അതൊന്ന് ഷെയർ ചെയ്യുക. അല്ലാതെ നമ്മളുടെ പേരൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ബാക്കി ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവരെങ്ങനെ താഴ്ത്തുന്ന എന്തായാലും നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമം. അപ്പോൾ ആ കുട്ടി ആ ഭർത്താവിനുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുട്ടി വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നിടത്തോളം കാലം നമ്മളെ പാർട്ട്ണറെ കരിവാരി തേക്കാനോ ചെളിവാരി എറിയാനോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനോ നിന്നിട്ടൊന്നൊരു കാര്യമില്ല. അത് കൂടുതൽ നമ്മളുടെ പ്രശ്നങ്ങൾ
വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടാവില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതൊക്കെ ഒന്ന് നിർത്താം. പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മദ്യപിക്കാനുള്ള കാരണം എന്താണെന്നൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഒരു പക്ഷേ ഒരു കൂട്ടുകെട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ഒറ്റപ്പെടലുകളായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു പോയ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി, ആ ബോധം നശിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആൾ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ പാതയിലാണോ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ മൂഡിലാണോ, അത് നമ്മൾ കണ്ടെത്താനുള്ളൊരു വകതിരിവൊക്കെ നമുക്കുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ പാവം പോലെ പിടിക്കേണ്ട, നമുക്കിങ്ങനെ നമ്മളുടെ കണ്ണും കാതും അതായത് ഒരുപാട് സൂക്ഷ്മ ദൃഷ്ടി എന്ന് പറയില്ലേ, നമ്മൾ പെണ്ണുങ്ങൾക്ക് പല കാര്യത്തിലും ഒരു വിരലനകിയാൽ അല്ലെങ്കിൽ അവരെ കണ്ണൊന്ന് ചലിച്ചാൽ നമുക്ക് അവരെ പിടുത്തം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഓരോ പ്രവൃത്തിയും. തുടക്കം നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പഠിക്കുകയായിരിക്കും അവരെക്കുറിച്ച്. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായെന്നറിയില്ല, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ പതിയെ പതിയെ നമ്മളതിനൊരു ശ്രമം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ടൈം എടുക്കുമായിരിക്കും. പക്ഷെ 1 വർഷം 2 വർഷമൊന്നും അല്ല ആയിരിക്കും കേട്ടോ. ഒരു പക്ഷേ അയാളെ പിടുത്തം കിട്ടാനായിട്ട് ചിലപ്പോൾ ഒരുപാട് വർഷം പിടിക്കുമായിരിക്കും, ചിലപ്പോൾ ഒരു 4 വർഷം എങ്കിലും നമ്മളത് ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് അവരൊന്നും ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു നിസ്സാരത്തിൽ നമുക്ക് അവരെ ഫുള്ളായിട്ട് അവരെ കിട്ടും മീൻസ് അവരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ അവരെ പഠിക്കാൻ ശ്രമിക്കുക. എന്ത് കാരണത്താലാണ് ആൾ മദ്യപിക്കാൻ ഉള്ള സാഹചര്യം എന്നുള്ളതും അത് തുടങ്ങാനുള്ള കാരണം എന്നുള്ളത് അതൊരിക്കലും ഒരു തല്ലിലൂടെ ബഹളത്തിലൂടെ ഒന്നും അത് നമുക്ക് കിട്ടില്ല. എങ്ങാനും മദ്യപിക്കാത്ത സമയത്ത് ആ ചില സാഹചര്യങ്ങളിലൂടെ നമ്മളിപ്പോൾ ചോദിക്കും, മന്ത്രമാണോ തന്ത്രമാണോ കൂടുതൽ ഫലിക്കുക എന്ന് പറയും. മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ അഫർമേഷൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നതാണ് ഈ മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ആളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം അവിടെ നമുക്ക് തന്ത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മന്ത്രം മീൻസ് അഫർമേഷൻ, അത് ഉപയോഗിച്ച് ആളെ പരമാവധി എൻ്റെ ഭർത്താവ് സൽസ്വഭാവിയായതിന് നന്ദി അല്ലെങ്കിൽ അൽഹംദുലില്ലാ എന്ന് ഫുൾ ടൈം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ പറയുന്നത് മാത്രമല്ല, അത് വിഷ്വലൈസ് ചെയ്യുക. എൻ്റെ ഭർത്താവ് നല്ലവനായി എന്നുള്ളതിൻ്റെ ആ ഒരു പൂർണ്ണതയിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ. കാരണം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണമല്ലോ. നമ്മളുടെ കുഞ്ഞിൻ്റെ അച്ഛനായിരിക്കാം, ഒരു മുസ്ലിം കുട്ടിയാണെന്നാണ് ഒരു കമൻറ്റിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമുക്ക് കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വാപ്പയായിരിക്കും. നമുക്ക് എന്ത് തന്നെയായാലും അവരെ കുറ്റപ്പെടുത്താതെ, മറ്റുള്ളവരെ മുന്നിൽ അവരെ ഒരു പരിഹാസത്തിന് ഇടവരുത്താതെയും ഉള്ള കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം നമ്മൾ ഭാര്യമാർക്കുണ്ട്. അപ്പം അങ്ങനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ കുട്ടി ഫുൾ ടൈം ആ കുട്ടിയുടെ ഹസ്ബൻഡ് നല്ലവനായി എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ, എന്നിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മോളങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. എൻ്റെ ഭർത്താവ് സൽസ്വഭാവിയായതിന് അൽഹംദുലില്ലാ, നന്ദി, അള്ളാഹുവിന് നന്ദി. അതായത് എന്താണോ എഴുതുന്നത് അതിൽ പൂർണ്ണ ഒരു വിശ്വാസം ഉണ്ടായിരിക്കുക. എനിക്കത് തിരികെ കിട്ടുന്നുള്ള വിശ്വാസത്തിൽ അങ്ങോട്ട് എഴുതി തുടങ്ങി. ഒരു ദിവസം രാവിലെ ഒരു 10 പ്രാവശ്യം എഴുതാം, വൈകിട്ടൊരു 10 പ്രാവശ്യം എഴുതാം. ഇങ്ങനെയൊക്കെ നമുക്കൊരു കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ ഇത്തിരി കഷ്ടപ്പെടാതെയൊന്നും, കഷ്ടപ്പാട് മീൻസ് ഇതൊന്നും കഷ്ടപ്പാടല്ല, ഇതൊക്കെ നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ളൊരു കാര്യങ്ങളാണ്. അതൊക്കെ അതിന് ചെയ്യാനായിട്ട് നമ്മളൊരു സന്നദ്ധ പ്രകടിപ്പിക്കണം. അല്ലാതെ എനിക്ക് വെറുതെ ഈസി ആയിട്ടൊന്നും, ഒരു പക്ഷേ ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യം തന്നെ. നമ്മളൊരു പെണ്ണെടുക്കുക, നമ്മളിപ്പോൾ ഒരു പവർഫുൾ വെപ്പൺ തന്നെ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഫുൾ ടൈം എൻ്റെ കയ്യിൽ പെന്നുണ്ടായിരിക്കും. ഒരു വീഡിയോ ചെയ്യുമ്പോഴോ, ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? അല്ലല്ലോ. പക്ഷേ എങ്കിൽ എന്തിനു പറയുന്നത്, ഞാനിപ്പോൾ ഒരു ടീച്ചിങ് ട്രെയിനിങ്ങിൻ്റെ സമയത്തായാലും അത് ആദ്യമേ തുടങ്ങി, അതിപ്പോൾ എൻ്റെ ടീച്ചേഴ്സിന് നമ്മളുടെ ആ ഒരു മെത്തേഡിൽ ഇങ്ങനെ ഒരു പെന്ന് പിടിക്കുക എന്നുള്ളൊരു ശീലമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു പവർഫുൾ വെപ്പൺ തന്നെ പറയാം നമ്മളുടെ ഈ പെന്ന് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റും എന്നുള്ളത്